കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സൂപ്പർ കിഡ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ അവസാന നിമിഷത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിൽ നമ്മൾ എടുത്തു വെച്ചത് ഒരു കണ്ണടയും പിന്നെ ഒരു വടിയും പിന്നെ ഭഗവത്ഗീതയും പിന്നെ 3 കുരങ്ങന്മാരുടെ ചിത്രങ്ങൾ രൂപങ്ങളുമായി. ഒന്ന് കാണരുത്, ഒന്ന് കേൾക്കരുതെന്ന് പറയരുത്. ഇവിടെ എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, നമ്മളെല്ലാം പറയുന്നു. എല്ലാം കാണാനും കേൾക്കാനും പറയാനും വേണ്ടിയിട്ടാണ്. പ്രതികരണശേഷി നഷ്ടപ്പെടാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പൊതുജനം കഴുതകളല്ല കുതിരകളാണെന്ന് തെളിയിക്കണം. ഇവിടെ തെളിയിക്കാൻ കുതിരകളാണെന്ന് അറിയിക്കാൻ കുട്ടികളുമായി മാതാപിതാക്കൾ തിരിക്കുന്നു. വന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സൂപ്പർ കിഡ്സിലേക്ക് എൻ്റെ നമോവാണ്. ദേവനന്ദന സജികുമാർ, അല്ല പിന്നെ പ്രിയനന്ദന, ഹായ് ആശിഷ്, ഹായ് നോയൽ. ഹായ്. സൂപ്പർ കിഡ്സിൽ ഇന്ന് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ കുട്ടി ആരാണ് ഈ കൂട്ടത്തിൽ? കൈവക്ക്. ഏറ്റവും ചെറിയ കുട്ടി ആരാണ്? ഏറ്റവും ചെറിയ കുട്ടി ആരാണ്? ഏറ്റവും വലിയ കുട്ടി ആരാണ്? ഏറ്റവും ചെറിയ കുട്ടി ആരാണ്? ചെറുതും വലുതുമല്ലാത്ത ആരൊക്കെയാണ്? ചെറുതും വലുതുമല്ലാത്തത് ആരൊക്കെയാണ്? നുണ പറയാൻ വന്നിരിക്കുന്നവരാരൊക്കെയാണ്? സത്യം പറയാൻ വന്നവരോ? ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത ആരൊക്കെയാണ്? കൈവക്ക്. ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്തത് ആരൊക്കെയാണ്? ഇത്രയും വലിയൊരു നുണയായതുവരെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. എല്ലാവരും വന്നിരിക്കുന്നു യുദ്ധത്തിൽ ജയിക്കാൻ, യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ. ഇത് സാധാരണ നമ്മൾ കാണുന്നത് റോഡ് പണിക്കൊക്കെ പോകുമ്പോൾ വലിയ കാലിന് പരിക്ക് പറ്റാതിരിക്കാൻ വലിയ ഷൂസ് ഒക്കെ ഇടും, ഒരു ബ്ലാക്ക് ടൈപ്പ്. അത് ബ്ലാക്ക് ആയി പോകുന്നതാണ്. കീലിൽ ചവിട്ടി, ടാറിൽ ചവിട്ടി. കാലിനും പരിക്കുണ്ടാവരുത്, പാദത്തിനും പരിക്കുണ്ടാവരുത്. പാദ സംരക്ഷണം, ദന്ത സംരക്ഷണം പോലെ പാദരക്ഷ. അത് വളരെ ഗംഭീരമായി പൂക്കളുള്ള പുലിത്തോലുള്ള മറ്റേ ഡാൻസൊക്കെ കളിക്കുന്ന കുട്ടികളുടെ ഒരു നല്ല അത് കഷ്ടം. അത് പറഞ്ഞപ്പോൾ വയ്യ. അത് കഴിഞ്ഞ് തൊപ്പിയിട്ടു. സാധാരണ തോറ്റാണ് തൊപ്പിയിടാറ്. ഇത് അതിനു മുമ്പേ, തോക്കുന്നതിന് മുമ്പേ തൊപ്പിയിട്ടു. പിന്നെ മാലയുണ്ട്. ഒരു മാലയല്ല, 2 മാല. തപ്പി നോക്കുന്നു, അവിടെ തന്നെ ഉണ്ട്. പിന്നെന്തുണ്ട്? കയ്യിൽ കുറേ വളകൾ. എന്താണ് ഈ വളകളുടെ നിറം? ചുമല. 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 പിങ്ക്. യെല്ലോ. അത്രേ ഉള്ളൂ. ഈ ഡ്രസ്സിന്റെ നിറം എന്താണ്? യെല്ലോ. ഏലോ. ഏലോ 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 ഏലോ. യെല്ലോ അല്ല, ഏലോ. കിട്ടാറുണ്ടോ? എല്ലാ ദിവസവും കിട്ടാറുണ്ടോ? മേടിച്ചില്ലെങ്കിൽ വല്ല വിഷമം ഉണ്ടാവോ? ആരുടെ കയ്യിൽ നിന്നാ കൂടുതൽ കിട്ടുന്നത്? ആരുടെ കയ്യിൽ നിന്നാ കൂടുതൽ കിട്ടുന്നത്? അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ മേടിച്ചു കൂട്ടാറുണ്ട്. എന്നാ പറഞ്ഞു. കുരുത്തക്കേട് കുറവാ? കൂടുതലാ കുറവാ? ഉണ്ടാ? ആരുടെ കുരുത്തക്കേടാണ് മോന് കിട്ടിയത്? അമ്മയുടെ. അമ്മ വലിയ കുരുത്തക്കേട് ഉള്ള ആളാ. അതിന്റെ കുറച്ച് മോന് കിട്ടിയല്ലേ? രാത്രി എത്ര മണിക്ക് മോൻ കിടക്കും? 5 മണിക്ക്. 5 മണിക്ക് കിടന്നുറങ്ങും. അത് എത്ര മണിക്ക് എഴുന്നേൽക്കും? രാവിലെ എഴുന്നേൽക്കും. രാവിലെ പിന്നെ എഴുന്നേറ്റില്ലെങ്കിൽ ഒരു രക്ഷയില്ല. സൂര്യൻ ഉദിച്ച് വെള്ളം കീറി. പേടിയുണ്ടോ? ആരെയും പേടിയില്ല. അച്ഛനെ, അമ്മയെ, ഒരാളെ പേടിയില്ല. ആരെങ്കിലും അവിടെ വീട്ടിൽ പേടിയുണ്ടോ? മോനെ ആർക്കും പേടിയില്ല. പാട്ട് പാടുമോ? ഒരു പാട്ട് പാടിക്കും, ഞാൻ ഒന്ന് കേൾക്കും. പാടിക്കോളൂ. കാക്കേ കാക്കേ കൂട്ടവിടെ കൂട്ടിന്റെ അകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിൻ ചീറ്റോടക്കാനാ നീ കിടന്ന് കരഞ്ഞിടും. കരയണ മാത്രമല്ല, കരഞ്ഞ് ചത്തും പോവും. അച്ഛനും അമ്മ എവിടെയാണ്? ദുബായ്. അങ്ങ് ദുബായിൽ അച്ഛനും അമ്മയും. ഇവിടെ സുമാമ്മ അല്ലേ? സുമാമ്മ അപ്പൂപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. മതിയല്ലേ? ഇനി എന്തിനാണ് ആൾക്കാർ? അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുമുണ്ട് ഈ പ്രകടനം കാണാൻ. പല്ല് തേക്കുന്ന ആരാണ്? പിന്നെ മോന്റെ പല്ല് അയൽവക്കക്കാർ വന്ന് ആരെങ്കിലും തേക്കും? എന്റെ വലുതാ. വലിയ പല്ല. നോക്കട്ടെ. മുത്തുമണി പോലുള്ള പല്ലുകൾ അല്ലേ? അപ്പൊ നാവ് നല്ലതാ, പല്ല് പോകുന്നില്ല. നാവ് നല്ലതായതുകൊണ്ട് പല്ല് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഇല്ലേ? കുറച്ച് കുരുത്തക്കൾ ഇച്ചിരി കൂടുതല. അടങ്ങി ഒതുങ്ങി ഇരിക്കാറില്ല. പകൽ ഉറങ്ങുവോ? ഈ ഉടുപ്പ് ആരാ വാങ്ങി തന്നത്?
സുമാമ കടയിൽ നിന്ന് മേടിച്ചതാ. കാശ് കൊടുത്തോ? കാശ് കൊടുത്തോ? കൊടുക്കാതെ എടുത്തുകൊണ്ട് പോകുന്നതാണോ? കാശ് എവിടെ നിന്ന് എടുത്തു? ഇത് കടക്കാരുടെ ബാഗിൽ നിന്നാ? അല്ല. പിന്നെ സുമാമയുടെ ബാഗിൽ നിന്ന്? അല്ല. പിന്നെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കൊച്ചിന് ഈ ഉടുപ്പ് വാങ്ങി കൊടുത്തത്. ഈ ഉടുപ്പ് ആരാ വാങ്ങി തന്നത്? അച്ഛന്റെ പേരെന്താണ്? പ്രസന്നകുമാർ. വീട്ടിൽ ആരാണ് പിന്നെ മിടുക്കൻ? ആരാ? അച്ഛനാണോ അനിയനാണോ? ആരാ മിടുക്കൻ? അച്ഛൻ. മറ്റേത് മണ്ടക്കുഞ്ചുവാ? അല്ല. പിന്നെ അപ്പോണന് അമ്മയ്ക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്. അപ്പോണനും അമ്മയ്ക്ക് ഒരു ഇച്ചിരി ബുദ്ധിയുണ്ട്, മറ്റേത് അത്ര ഇല്ല. ഏത്? മിടുക്കന് ബുദ്ധി കുറവാണ്. വീട്ടിൽ ആർക്കാ ബുദ്ധിയുള്ളത്? അമ്മയ്ക്കും അച്ഛനും. അമ്മയ്ക്കും അച്ഛനും. മോനില്ല. വീട്ടിൽ ആർക്കാ ബുദ്ധി ഇല്ലാത്തത്? അച്ചാച്ചൻ. ഇതാ ബുദ്ധിയില്ല. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? എത്ര കൊല്ലം 7 പഠിക്കാൻ തുടങ്ങിയിട്ട്? കുറെ കൊല്ലം. അവിടെ തന്നെ കിടക്കുക. എന്നാ അവിടെ നിന്ന് എഴുന്നേറ്റൊന്ന് പോകുന്നത്? ചില അച്ഛനമ്മമാര് പറയടാ, നിന്റെ കൂടെ പഠിച്ചവരൊക്കെ അതേ കല്യാണം കഴിഞ്ഞ് മക്കളുമായിട്ട് വന്ന് എടീറ്റ് കിടക്കുന്നു, നീ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ബുദ്ധിയുള്ളത് മോനാ. അല്ല, അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിയുണ്ട്. അച്ഛൻ എവിടെയാണ്? ബോംബെയിൽ. ബോംബെ എന്നറിയപ്പെടുന്നത് അച്ഛൻ നിൽക്കുന്ന സ്ഥലത്തിനെയാണ്. അപ്പൊ അച്ഛൻ നിൽക്കുന്ന സ്ഥലമാണ് ബോംബെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയണത്. തോറ്റു തൊപ്പിയിട്ടിരിക്കുക. ആര്? പാട്ടൊക്കെ പഠിച്ചിട്ടില്ലേ? സിനിമാ പാട്ടൊക്കെ. ഒരു പാട്ട് പാടിക്കേ. ഈ കാക്കരെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കളാം. ഞാൻ ചോദിക്കണത് കാക്കയല്ലാതെ വേറെ വല്ല സംഭവം ഉണ്ടോ? വേറെ ഏത് പാട്ടാണ്? കാക്ക തന്നെ ആകും. എടോ, കാക്ക ഞാൻ നേരത്തെ കേട്ടു. കാക്കല്ലാതെ വേറെ പ്രാവോ കുയിലോ ഒക്കെ ഉണ്ടോ? ഈ കാക്കയാണ്. ഈ കാക്കയും കൊണ്ടാണ് വന്നേക്കണത്. ടിവിക്കകത്ത് കാക്കയോ പാടത്തുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ആനയും മയിലും ഒട്ടകമൊക്കെ എടുത്ത്. രാവിലെ മഞ്ചാടിക്കാർക്ക് കാണും. ഇത് പേഴ്സാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പോവാല്ലോ. ഇത് എന്ന് കേറി കാല്? ഈ കാല് ഇത് അമ്മ ദുബായിന്ന്. ഓ, അമ്മ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ടതാ അല്ലേ? ഇത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാൻറ് ഇടണ്ടായിരുന്നു. അമ്മ അച്ഛനൊക്കെ വരുമ്പോ എന്തെങ്കിലും തരുമോ? എന്ത് കൊണ്ടുവന്ന് തരും? ചെരുപ്പ്. അതവിടെ ഇഷ്ടം പോലെ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് കൊണ്ടുവന്ന് തരും? ക്യൂടെക്സ്, മാല, വള, കമ്മലി, ഉടുപ്പ്, സ്പ്രേ, ബദാം പരിപ്പ്, പിസ്ത, മസ്ത. എത്ര കൊണ്ടുവന്നു? എത്ര എണ്ണം? 5 എണ്ണം. വേറെന്ത് കൊണ്ടുവന്നു? ബാഗ് കൊണ്ടുവന്നില്ല. ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉടുപ്പ് കൊണ്ടുവന്നില്ല. പിന്നെ അതൊക്കെ ഇടാൻ മേടിച്ചതാ. മാമനെ വിളിക്കുന്നതാണ് എടാന്ന് വിളിക്കുന്നത്. അതായത് അവളെ അമ്മയുടെ ആങ്ങളെ. എടാ വിളിപ്പുറത്ത് എപ്പോഴും ഉണ്ടാവുമോ? വിളിക്കുമ്പോഴൊക്കെ അടുത്ത് എടാ ഓടിയെത്തും അല്ലേ? ആരെവിടെ? അടിയൻ. എന്താടാ എന്നൊക്കെ ചോദിക്കണമല്ലേ? അമ്മാവനാ, നമ്മുടെ ആങ്ങളനാ. ബാങ്കിൽ ഇങ്ങനെ അവര് സമ്പാദിച്ചിട്ടേക്കണ കൊണ്ട് പോയി എടുത്തേച്ചാൽ മാത്രം മതി. അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. അമ്മ കിടന്ന് അരക്കും. അമ്മ കിടന്ന് എന്ന് പറഞ്ഞ അലക്കണത്? അവന് കൊടുക്കാൻ ബാങ്ക് സാധനം മേടിക്കാൻ കൊടുക്കത്തില്ല. ഇത്രയേ ഉള്ളൂ. അത് ഇവന്റെ കാര്യം നോക്കി അമ്മാണം കേടി. ഇത്രയേ ഉള്ളൂ കാര്യം. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചോളൂ. ഷർട്ട് മേടിക്കണം. അന്നേരം അവന്റെ മുറിക്കാതെ കേടി അവന്റെ തുണിയല്ല. അത്രേ. ഇവന്റെ കാര്യം നോക്കി ഇവൻ ഇരിക്കും. ഏതാണ്ട് ഇപ്പൊ അമ്മ പ്രസവിച്ചതുപോലെയാണ് അമ്മയുടെ ആങ്ങളെന്നെ കാണുന്നത്. ഇതാണ് ഇവന്റെ കാര്യം. അത്രേ ഉള്ളൂ. ഇതാണ് ഇവന്റെ കാര്യം. അവനൊന്ന് പറഞ്ഞ് നന്നാക്കാൻ എന്താ ഒരു മാർഗം?
അതെനിക്കറിയത്തില്ല. അവൻ എങ്ങനെയെങ്കിലും നന്നാവോ? നന്നാകത്തില്ല. അതെന്താ കാര്യം? അത് ഇവരുടെ കാര്യമാ. അത് ഇവരുടെ കാര്യമാണ്. സുമാമയുടെ കുഴപ്പം കൊണ്ടാണോ? സുമാമയുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല, പിന്നെ അവനാ കുഴപ്പം. അവൻ ശരിയല്ല. അവൻ എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. 20. ഈ നമ്മൾ വിളിക്കണ ഹോട്ടൽ മാനേജ്മെന്റ് 3-ാം എന്ത് പഠിച്ചിട്ട്? ആ NSS പഠിക്കണത് ആണല്ലേ? അത് ശരി. ആരാ പഠിപ്പിക്കുന്ന ടീച്ചർ? തന്നെ കീർത്തി ടീച്ചർ. സമ്മതിക്കണം. പഠിപ്പിക്കും. ആ അയ്യോ, പെടാപ്പാട് പെടുന്നുണ്ടാവും അവിടെ കിടന്ന്. പടമൊക്കെ പഠിപ്പിക്കും. ആ പടമൊക്കെ വരക്കാൻ പഠിപ്പിക്കും ടീച്ചർ. പാട്ട് പാടുവോ ടീച്ചർ? എന്ത് പാട്ടാണ്? ഒന്ന് അതെങ്ങനെയാണ് ടീച്ചർ പാടിപ്പിക്കണം? അത് ഈ മറ്റവൻ പാടുവാ? മടൻ ടീച്ചർ പാടുവാ? എന്ത് പാട്ടാണ് പാടുന്നത്? കുഞ്ഞുണ്ണി താത്ത. അത് എങ്ങനെയാണത്? സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കോട്ടില്ല. സമ്മാനം കണ്ടപ്പോ ഒരു മുന്നല് പോലത്തെ ഒരു സാധനം. സമ്മാനം വേണോ? ഒരു പാട്ട് പാടി തയ്പ്പൊരു സമ്മാനം തരാം. കുഞ്ഞുണ്ണി തത്തേ കിളുങ്ങുതത്തേ കിന്നാരം ചൊല്ലുവതെന്തുതത്തേ. ഇതിന്റെ ഇടയിലൊക്കെ കയറ്റി ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സമ്മാനം വേണോ? ആരുടെ മോനാണ്? അച്ഛന്റെ മോനാണോ, അമ്മയുടെ മോനാണോ, അമ്മാമ്മയുടെ മോനാണോ, സുമാമ്മയുടെ മോനാണോ? അതെന്താ കാര്യമെന്നാ? ഇച്ചിരി വലുതാവുമ്പോ പറഞ്ഞോളൂ ആരുടെയാണെന്ന്. ഇപ്പൊ വളർത്തി നമ്മൾ പരിപാലിച്ച് പരിപോഷിപ്പിച്ച് നിൽക്കണ കൊണ്ട് അടയും ചക്കരയും പോലെ കിടക്കുന്നു. ഇത് കഴിയുമ്പോ നേരെ നമ്മ ഉണക്കാനിട്ടിരിക്കുന്ന തുണി പഴയ കിടക്കൂലേ, എപ്പോ ആണെങ്കിലും എടുത്തുകൊണ്ട് പോവാം. അവര് വരുന്നു, പിന്നെ അമ്മയെ മുത്തേ ചക്കരയെന്ന് പറഞ്ഞ് പോകൂലേ? ആ നന്ദി കാണിക്കണം കേട്ടാ. കേട്ടാ? ആരോടെങ്കിലും ബഹുമാനം ഉണ്ടോ? ആരോട്? അമ്മയോട്. സ്നേഹമുണ്ടോ ആരോടെങ്കിലും? ആരോട്? ദേഷ്യമുണ്ടോ ആരോടെങ്കിലും? മറ്റവനോട്? അവനാളെങ്ങനെയുണ്ട്? ഒരു ഇച്ചിരി പ്രശ്നമില്ലേ? ഇച്ചിരി കുറുമ്പില്ലേ? ബുദ്ധി ഉണ്ടോ? പക്ഷെ എന്ത് എന്നിട്ട് ഇങ്ങനെ നന്നാവാത്തെ? ഉറങ്ങണോ? അതായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഞാൻ ഇവർക്ക് ഇത്തിരി സമ്മാനമൊക്കെ കൊടുത്തേക്കട്ടെ കേട്ടോ. എന്തൊക്കെയുണ്ട്? രാവിലെ എന്ത് കഴിക്കും? എത്ര എണ്ണം കഴിക്കും? 2 ഇഡ്ഡലി കഴിച്ചാൽ പോരാ. കറങ്ങണ ഫാനിൻ്റെ അടിയിൽ ഒരു 4 ഫാൻ ഇടുമ്പോൾ ഇത് പറന്നു പോകും. നമ്മളൊന്നൊരു ഉഷാറായിട്ട് ഉണർവായിട്ട് ഇരിക്കണം. അതിനെന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് പാല്, 2 ഏത്തപ്പഴം പുഴുങ്ങിയത്, 2-3 മുട്ട, ഇടയ്ക്കൊരു ആപ്പിൾ, 2 ഓറഞ്ച്, വല്ലപ്പോഴും ഒരിച്ചിരി വെള്ളം ഒക്കെ കുടിച്ചിട്ട് കുണ്ടുമണിയായിരിക്കും. ഗുണ്ടുമണിയാകണോ? ഇങ്ങനെ ഇരിക്കും. ഗുണ്ടുമണിയാകണ്ട എന്നാ പറയണത്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഗുണ്ടുമണികളുണ്ടോ? ആരാണ്? പ്രിയൻ ഏത് ശബ്ദം അനുകരിക്കാൻ പോണത്? ജനാർദ്ദനൻ. ആ പറയൂ. വിശേഷങ്ങൾ? മറ്റേ അണ്ണൻ്റെ നമ്പർ എനിക്കൊന്ന് വേണേ കേട്ടാ. എനിക്ക് കുറച്ച് ശബ്ദങ്ങൾ വേറെ ഉണ്ട്, അവർക്ക് കൊടുക്കാനോ കേട്ടാ. വീട്ടിൽ ഇവര് വഴക്കിടുവോ? ശരിക്കും ആർക്കാരെയാണ് പേടി? അച്ഛൻ്റെ അമ്മയാണോ, അമ്മയ്ക്ക് അച്ഛനെയാണോ പേടി? അമ്മയ്ക്ക് അച്ഛനെ. ആണോ? പേടിയാണോ? എത്ര നാളായി? കുറച്ച് നാളായിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു. 3 നാളായിട്ടുള്ളൂ. അതുവരെ അച്ഛനായിരുന്നു പേടി. നോക്കാരെങ്കിലും പേടിയുണ്ടോ ഈ കൂട്ടത്തിൽ? ആരെ? അമ്മ. അതെന്താ? അമ്മ വഴക്ക് പറയും, പിന്നെ അടിക്കുകയും ചെയ്യും. എന്തോ ചെയ്യും? പഠിക്കത്തില്ലെന്നും പറഞ്ഞ് ചൂരലും വെച്ചടിക്കും. ഒക്കെ എല്ലായിടത്തുള്ളതാ. ചൂരൽ മാറി ചൂലാകാതിരുന്നാ മതി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പാട്ട് പാടുവോ? ഏത് പാട്ടാ? മുത്തച്ചിപ്പി. മുത്തുച്ചിപ്പി ഒരു 1.5 കിലോ ഇട്ടേ. മുത്തച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നു കിന്നാരം കിന്നരിച്ചു പാടുവാനുള്ളിൻ്റെ ഉള്ളിൽ നിന്നോ ശ്രീരാഗം
മൂടമഞ്ഞി കുളിരുള്ള പുലരിയിൽ പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ ആയിഷ. കേട്ടാ പാടുന്നത്? ഇത് പാടിയതൊക്കെ കേട്ടാ? സമ്മാനം അവിടെ ഇരിപ്പുണ്ട്. സമ്മാനം ഞാൻ തരാം. പഠിച്ച് ആരാവും? ടീച്ചർ. ഏത് സ്കൂളിലെ ടീച്ചർ? ഓക്സ്ഫോർഡിലെ. പഠിക്കണ ഏത് സ്കൂളിലാണ്? ഓക്സ്ഫോർഡിലെ. അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഒരു ഹായ് പറഞ്ഞു. ഹായ്. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആരാണ്? മാളവികയുടെ കൂട്ടുകാരിയാണോ? ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നല്ല ടീച്ചർ ആരാണ്? വിദ്യ ടീച്ചർ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഉറങ്ങിയാ? മൂത്രമൊഴിക്കണമെന്നുണ്ടോ? ഇല്ല. സുഖമാണോ? സമ്മാനം വേണ്ടാത്തവർ കൈപൊക്ക്. അപ്പോൾ അങ്ങനെ സുഖകരമായ ഒരു ലോകത്തേക്കാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. പേര് എന്ത് പറഞ്ഞു? ആശിഷ്. ആശിഷിന്റെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? അമ്മയാണ് ഈ കൂട്ടത്തിൽ. ആരാണ്? ദോണ്ടേ ആണോ? സമ്മതിച്ചു? പറയൂ. അച്ഛൻ എന്തേ? അച്ഛൻ ഇവിടെ ഇല്ല, എറണാകുളത്ത്. ഇവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എറണാകുളത്ത് എന്താണ്? കണ്ടെയ്നറിന്റെ ഡ്രൈവറാ. പോയേക്കുക. ഇനി എന്ന് വരും? ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ. വിളിക്കണം നമ്മള്. വേണ്ട, വന്നോളൂ. വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ? എന്ത് കൊണ്ടുവരും? ആപ്പിൾ ഓറഞ്ച്. അത് വീടിന്റെ മുറ്റത്ത് ആ സൈഡിലെ കടകളിൽ കാണുമല്ലോ ആപ്പിൾ ഓറഞ്ച്. ഇത് മേടിക്കാൻ വേണ്ടി ഹൈദരാബാദ് ബോംബെ വരെ പോകണം. അമ്മയ്ക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും? വളയും മാലയും അണിഞ്ഞ് നടക്കാൻ. അതങ്ങാട് കൊണ്ടുവരുമ്പോ തന്നെ അമ്മ ഏട്ടാ ഒന്നുകൂടി പോയിട്ട് വാ, ഏട്ടൻ ഒരു 2 കൊല്ലം കൂടി പോയിട്ട് വന്നാൽ മതി. അപ്പൊ മോൻ പഠിച്ച ആരാവും? അച്ഛൻ കണ്ടെയ്നർ ആകുമ്പോ ഇവൻ പൈലറ്റ് ആവും. നിലം തൊടാതെ നിൽക്കുമെന്നാണ് പറയണത്. ഫസ്റ്റ് എവിടെ കൊണ്ടു നടക്കും വിമാനം? പറയുന്ന വിഷമമുണ്ടാ? കൈൻ്റെ ഇടയിൽ പെട്ടുപോയതാണോ? ഇട്ടിട്ട് ഊരാൻ പറ്റാത്തതുകൊണ്ടാണോ? കുടത്തി കഴിച്ച പോലെ ചില പാത്രത്തിനുള്ളിൽ കഴിച്ചിട്ട് ഊരാൻ പറ്റാട്ടുള്ള. വീട്ടിൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ? ഇതാരാണ് ഇരിക്കുന്നത്? മൂത്തമ്മ. ശരിക്കും ഞങ്ങളൊക്കെ മൂത്തമ്മ മുത്തശ്ശി എന്നൊക്കെ പറയണത് നല്ല പ്രായം ഉണ്ടാവും. ചെറിയ പ്രായത്തിൽ മൂത്തമ്മയായതിൽ ഇങ്ങനത്തെ ഒരു മൂത്തമ്മനെ കണ്ടതിൽ ആയിക്കോട്ടെ, നല്ല കാര്യം. അപ്പൊ പാട്ട് പാടുക. പാടിയോ പാട്ട്? അയ്യോ എല്ലാവർക്കും വായിക്കൂടി തരല്ലേ? ഒന്ന് പറഞ്ഞേക്കട്ടെ. മൂത്തുമ്മക്കും അമ്മുമ്മക്കും. ആരാണ്? അമ്മേ. അമ്മക്കും കണ്ടെയ്നർ അച്ഛനും. അച്ഛൻ വണ്ടി ഒഴിച്ചു പോകുന്നു, അമ്മ ചിരിച്ചുകൊണ്ട് പാതിക്കൽ നിൽക്കുന്നു, മോൻ അവിടെ നിൽക്കുന്നു, മൂത്തുമ്മയായിട്ട് വർത്താനൊക്കെ പറയുന്നു. ആ സമയത്ത് ഒരു പാട്ട് ഇട്ടു കൊടുത്തു. മംഗളങ്ങൾ വാരിക്കൊഴിച്ചൊരിയാ നമുക്ക് മധുവിരി അസുന്ദരാവ് പട്ടുവിട്ട വിരിച്ചൊരു നീനിത്ത നേരെ കല്യാണം പാട്ടു ഉണത്ത ആരിന്തം ഉല്ലാസം മുൻപോൾ ചുവടും വെച്ച് ആശംസ പ്രസംഗം ഇപ്പം കഴിഞ്ഞത്. മംഗളങ്ങളായി മധുവിന് വാസന്തരാത്രി ആശംസ ആണല്ലേ? എന്നെ കണ്ടോണ്ടാണല്ലേ? നമ്മുടെ കോമഡി ഞാൻ കേട്ടു. ഒറ്റ ചിരിയാൻ വെച്ചിരിഞ്ഞ മിടുക്കനാവണം കേട്ടോ. ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്? അമ്മ, അമ്മച്ചി, ചേട്ടൻ, ചേച്ചി. അപ്പനിപ്പോ എവിടെയുണ്ട്? ബോംബെയിൽ. എന്താണ് ജോലി? ബിസിനസ്. വന്നിട്ടിപ്പോ ഒരുപാട് നാളാണ്? അല്ല, ഇതിനു മുമ്പ് വന്നായിരുന്നു. അന്ന് കണ്ടായിരുന്നു? സംസാരിച്ചായിരുന്നു? എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? എന്തോ ചോദിച്ചു? ഇനിയും വരുമ്പോ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് പറഞ്ഞിട്ട് എത്ര വർഷമായി? കുറേ വർഷമായി. ഇപ്പൊ മോനെ ഇപ്പൊ കളിപ്പാട്ടമൊക്കെ വരാന്ന് പോയി പറഞ്ഞിട്ട് ഇപ്പൊ 5-6 വർഷം കഴിഞ്ഞു. ഇതുവരെ കളിപ്പാട്ടവും കണ്ടിട്ടില്ല, ആളെയും കണ്ടിട്ടില്ല. എവിടെയെങ്കിലും നിന്നിരുന്ന് കാണുകയാണെങ്കിൽ എന്ത് പണിയാണ് നിങ്ങളെ കാണിക്കണത്? നിങ്ങൾ ഈ കുട്ടിക്ക് കളിപ്പാട്ടം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പോയിട്ട് 5-6 വർഷം ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. കളിപ്പാട്ടം കിട്ടാത്തതുകൊണ്ട് വളർന്നിട്ടുമില്ല. ആ പ്രായത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കണം. നിങ്ങൾ ബോംബെയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ വന്നില്ലേലും കളിപ്പാട്ടമെങ്കിലും പുള്ളിക്കാരന് അയച്ചു കൊടുക്കാം. എന്ത് കളിപ്പാട്ടമാണ് വേണ്ടത്? ചെസ് കൊണ്ടുവന്നു. ചെസ്സാ കളിക്കണം? ദൈവമേ, ബുദ്ധിയുടെ കളിയാണ്. ചെസ് കളിക്കും. ചേട്ടനോട് കളിക്കും. അത് നല്ല കളിയാ. പണ്ട് ഈ ശകുനിയൊക്കെ പകട കളിച്ച് അല്ലേ രാജ്യം തന്നെ കളഞ്ഞെടുത്ത്. ചെസ് കളി അങ്ങനെയല്ല, രാജ്യത്തിന് പേരുണ്ടാക്കി കൊടുക്കും. ഞങ്ങളുടെ ഒരു പയ്യൻ ചെസ് കളിക്കാൻ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ചെറിയ പ്രായത്തിൽ കളിച്ചാണ്. ഇപ്പോൾ താടി മുടിയൊക്കെ വളർന്ന് ഇങ്ങനെ അപ്പോഴും കളി തീർന്നിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
ബുദ്ധി വർദ്ധിക്കുന്ന കളിയാണ് ചെസ്. ചീട്ടുകളിയൊന്നും അല്ലല്ലോ, ചെസ്. നമ്മൾ ബുദ്ധി വർദ്ധിക്കുന്ന കളി. ആയിക്കോട്ടെ, ബുദ്ധിയുള്ള ആൾ ആരായി തീരും പഠിച്ച്? കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് മാറും. വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മളൊരു എഞ്ചിനീയറും ആയാൽ. അമ്മമ്മ ആളെങ്ങനെയുണ്ട്? സരസയാണോ രസികയാണോ? പാവം. അതാണ് ചോദിച്ചത്. സരസ, രസിക, പാവം. അമ്മമ്മ പര്യായം. സരസ, രസിക, പാവം. നമ്മുടെ അമ്മ അങ്ങനെ തന്നെയാണോ? ഈ തെക്കോട്ട് പറഞ്ഞാൽ തെക്കോട്ട് പോവുമോ? വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോവൂ? അങ്ങനത്തെ അമ്മമ്മമാരെ കിട്ടാനും മതി. അർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ടും ഈശോയെ കണ്ടിട്ട് റോശാന പാടാം. പള്ളിപ്പാട്ടൊക്കെ ഇഷ്ടമാണോ? പള്ളിയിൽ പോവുക, സംസാരിക്കുക, കുമ്പസാരിക്കുക, കാര്യങ്ങൾ പറയുക. നല്ലൊരു കമ്പ്യൂട്ടർ എന്താണ് പറഞ്ഞത്, സയന്റിസ്റ്റോ എഞ്ചിനീയറോ അത് തന്നെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് അത് മനസ്സിലായി. ബാക്കി എന്ത് പറഞ്ഞിട്ടും പിടുത്തം കിട്ടിയില്ല. മറ്റത് വേണം. രാവിലെ ഭക്ഷണം കഴിക്കാത്തവരാരാ? ഭക്ഷണം കഴിക്കാത്തവർ രാവിലെ ഭക്ഷണം കഴിക്കാത്തവരാരാ? ഉച്ചക്കൂണ് കഴിക്കാത്തവർ കഴിച്ചാണോ? ഭക്ഷണം കഴിച്ചാണോ? കഴിക്കേണ്ടേ ആയിരുന്നു. എന്നാ കഴിക്കേണ്ടായിരുന്നു. മോന് മിൽക്ക വണ്ടർ കേൾക്കുന്ന ഒരു സമ്മാനം, മിൽക്ക വണ്ടർ കേക്ക്. ആപ്പിൾ കഴിക്കുന്നവരാരാണ് ഈ കൂട്ടത്തിൽ? ആപ്പിൾ കഴിക്കുന്നവർക്ക് വേറെ ഇത് വേണമെന്നില്ല. മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന ഒരു സമ്മാനം കേട്ടാ. പഠിക്കുമ്പോൾ തോറ്റുപോകും എന്ന് വിശ്വാസമുള്ള ആരാണ്? പഠിക്കുമ്പോൾ തോറ്റുപോകും എന്നുള്ളത്. പഠിക്കുമ്പോൾ തോറ്റുപോകും ആരാണ്? പഠിക്കുമ്പോൾ തോറ്റുപോകണ ആരാണ്? അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു തരും. ആരായിത്തീരും? അച്ഛനെയാണോ ഇഷ്ടം, അമ്മയാണോ ഇഷ്ടം? അച്ഛൻ. ഇതാ അമ്മയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ രസകരമായ കുറേ അനുഭവങ്ങൾ. ചെറിയ കുട്ടിയാണെങ്കിലും മനസ്സിൽ വലിയ വലിയ കാര്യങ്ങൾ, നല്ല തമാശകൾ. ഈ കുട്ടിയും ഒരു കാര്യമുണ്ട്, തൻ്റെ അച്ഛനും അമ്മയും ദുബായിലാണെങ്കിൽ ഇപ്പോഴും അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെയാണ് അവരെ നോക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ അപ്പൂപ്പന്മാരെയും അമ്മമ്മമാരെയും ഒക്കെ സമ്മതിക്കേണ്ടത്. മനസ്സമാധാനത്തോടെ അവിടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന അച്ഛനമ്മമാർക്ക്. പിന്നെ അതേപോലെ വണ്ടി ഓടിച്ച് നടക്കുന്നു, കണ്ടെയ്നർ ജീവിതം എന്നൊക്കെ പറയുന്നത്, ലോറി ഓടിച്ചു പോകുന്ന ആളുകളൊക്കെ അപ്പുറം ഇപ്പുറം കണ്ണുകളായിട്ടാണ്. ഈ കണ്ണുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളും കൂടി ഓർക്കുക. പഠിച്ചു മിടുക്കന്മാരാകുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.